ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ക്രിസ്മസിന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ആൽക്കഹോളൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ റെഡിയാക്കണം നോക്കാം. ബേക്കറിയിൽ പോലും കിട്ടില്ല കേട്ടോ ഇത്രയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക്. അപ്പോൾ ഇത് എങ്ങനെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ നോക്കാം. ഓവൻ ഇല്ലാണ്ട് നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നാൽ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2-3 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബേക്കറിയിൽ കിട്ടുന്ന അതേ കളറ്, അതേ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാന് നല്ലതുപോലെ ചൂടായി വെച്ചാൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കുക. പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് കാരമൽ ചെയ്തെടുക്കുക. പുകയിച്ച് കളഞ്ഞ് വെച്ചാൽ കേക്കിനൊക്കെ നല്ല കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാരമൽ ചെയ്യുമ്പോൾ സമാധാനത്തിൽ പതുക്കെ കാരമൽ ചെയ്തെടുക്കുക. നിറയെ ബബിൾസ് കാര്യങ്ങളൊക്കെ വന്ന് വെച്ചാൽ ഇതിലേക്ക് മൈദ അളന്നില്ലേ, പഞ്ചസാര അളന്നില്ലേ, ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നോർമലായിട്ടുള്ള വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ജ്യൂസാണ്. ഇതിൽ കുരു പെടാണ്ടും അതിൻ്റെ വൈറ്റ് കളറുള്ള ഓറഞ്ചിൻ്റെ പോർഷനും കാര്യങ്ങളും ഒന്നും പെടാണ്ട് വേണം ജ്യൂസ് അടിക്കാൻ. പഞ്ചസാര ഇടാൻ പാടില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി ആ കപ്പിന് ജ്യൂസ് എടുത്ത അതേ കപ്പിന് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, ഉണക്കമുന്തിരി, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തതാണ്. വൈറ്റ് പോർഷൻ പെടാണ്ട് വേണം പീൽ ചെയ്തെടുക്കാൻ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലി ഇട്ടില്ലെങ്കിൽ നാരങ്ങേൻ്റെ തൊലിയോ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കുറുക്കിയെടുക്കാൻ. നല്ല ഡ്രൈ ആയിട്ട് കുറുക്കിയെടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ കുറച്ച് വെള്ളം പോലെ കുറുക്കിയെടുക്കുക. ഇനി അതവിടെ ചൂടാറുമ്പോഴത്തേനും നമുക്ക് ഒരു ബൗളിലേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ പൊടിച്ചില്ലേ പഞ്ചസാര, അത് മുഴുവനായിട്ട് നമുക്ക് ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പഞ്ചസാര എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ക്രീമി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 3 മുട്ട 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നല്ലേ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് മിക്സിൻ്റെ ജാറിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കയറി കണ്ടു നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. ഇത് പിന്നെ മൈദ അളന്നില്ലേ, അത് നമുക്കൊരു 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇവിടെ ഒരു 2-3 തവണയായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ അതേ ബൗളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ മൈദയിൽ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കേക്കിൻ്റെ അടിഭാഗത്ത് താഴ്ന്നു പോകാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നേരത്തെ ചൂടാറി വന്നിട്ടുള്ള കാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ കടയിൽ നിന്നൊന്നും അല്ല കേട്ടോ കാരമൽ മേടിച്ചിട്ടുള്ളത്, നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ആക്കിയിട്ടില്ല. പിന്നെ നമ്മൾ
സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഫസ്റ്റ് മിക്സാക്കുക, എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുത്ത് മിക്സാക്കുക. എന്നിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഇത് മിക്സാക്കി എടുക്കാൻ. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ്, ലൂസായി പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കളറേ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു കാരമൽ കളറാണ് കേട്ടോ നമുക്ക് കിട്ടുക. അങ്ങനെ ഇതാ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, ചുറ്റിലും ഇട്ടിട്ടുണ്ട്, അതുപോലെ താഴത്തും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓവനിലാണെങ്കിലും ഓവനിൽ അല്ലെങ്കിലും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കേക്ക് ടിന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കേക്ക്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടി ഇതുപോലെ കേശും അതുപോലെ തന്നെ ചെറീസും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറി ഒന്ന് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേക്കായി വരുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ എനിക്ക് 1 മണിക്കൂർ, കറക്റ്റായിട്ട് 1 മണിക്കൂറാണ് കേട്ടോ ടൈം വന്നിട്ടുള്ളത്. ഞാൻ 180 ഡിഗ്രിയിലാണ് ടൈം കൊടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ കേക്കൊക്കെ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതില്ലേ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലിംഗ് റാപ്പൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒന്നില്ലെങ്കിൽ ഇന്ന് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട്. പ്ലം കേക്കിന് എത്ര ദിവസം ഇരിക്കണോ അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും ആഡാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2-3 ദിവസം എന്തായാലും പ്ലം കേക്ക് പുറത്തേ വെക്കാം കേട്ടോ. അങ്ങനെ ഇതവിടെ ഞാൻ ഒരു ക്ലിംഗ് റാപ്പൊക്കെ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ഞാൻ അന്ന് രാത്രിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആണെങ്കിൽ ക്ഷമയില്ല, മക്കൾക്കും ക്ഷമയില്ല. കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ പ്ലം കേക്കിൻ്റെ സ്മെല്ല് വീട് മൊത്തം നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പറഞ്ഞതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേ മെത്തേഡിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബേക്കറിയിൽ പോലും കിട്ടില്ല തോന്നുന്നു കേട്ടോ, ഇത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക്. നമ്മൾ ആൽക്കഹോളിലൊന്നും സോക്ക് ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ അതുപോലെ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കണ പ്ലം കേക്കിൻ്റെ ആ ഒതൻറ്റിക് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.